പിന്നെ ചാക്യാർ കൂത്തിന്റെ വേഷം നമ്മൾ പറയാറുണ്ടല്ലോ, കൂത്ത് ഇപ്പൊ നൈമിഷാരണ്യത്തില് കൂത്തിന്റെ ഒരു പാരമ്പര്യം പറയണത് സൂത പരമ്പരയിൽപ്പെട്ട ആളുകളാണ് ചാക്യാര്, നമ്പ്യാര്, ഈ പാടകവും കൂത്തും ഒക്കെ പറയുന്ന സമുദായത്തിൽപ്പെട്ട ആളുകൾ എന്നാണ്. സൂത പരമ്പര നൈമിഷാരണ്യത്തില് എന്താ പറയാ മഹർഷിമാർക്കും രാജാക്കന്മാർക്കും ഒക്കെ വേണ്ടിയിട്ട് കഥ പറഞ്ഞ് പുരാണ കഥാഖ്യാനം ചെയ്തിരുന്ന ഒരിതാണ്. പീഠത്തിലിരുന്ന് പുരാണ കഥ പറയാം. അങ്ങനെ പീഠത്തിലിരുന്ന് പുരാണ കഥാഖ്യാനം ചെയ്യുന്ന ആൾക്ക് രാജാവിനെ പോലും എണീക്കേണ്ട ആവശ്യമില്ല കണക്ക്. അപ്പൊ അതുകൊണ്ടാണ് കൂത്തിലും അങ്ങനെ ആര് വന്നാലും കൂത്തിൽ ഇരുന്ന് പറയുമ്പോൾ ആരെയും ചൂണ്ടി പറയാനുള്ള അധികാരം ഇതാണെന്നാണ് വിശ്വാസം. അപ്പോൾ ഒരു തവണ നൈമിഷാരണ്യത്തിൽ കൂത്ത് നടക്കുന്ന കാലത്ത് ബലഭദ്രര്, അനന്തന്റെ അവതാരമായിട്ടുള്ള ബലഭദ്രര് പാണ്ഡവരുടെ കൂടെയും കൗരവരുടെ കൂടെയും യുദ്ധത്തിൽ പങ്കെടുക്കാതെ കണ്ട് തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു. അപ്പൊ തീർത്ഥയാത്രയ്ക്ക് പോയി അദ്ദേഹം പല ദിക്കിലും സഞ്ചരിക്കുന്ന കൂട്ടത്തിൽ നൈമിഷാരണ്യത്തിലെത്തി. നൈമിഷാരണ്യം ഇപ്പോഴും ഉണ്ട് കേട്ടോ. അത് ഉത്തർപ്രദേശിലാണ് നൈമിഷാരണ്യം. അച്ഛൻ അടുത്ത കാലത്ത് അവിടെ പോയിരുന്നു. ആ സ്ഥലം ഇപ്പോഴും അവര് നൈമിഷാരണ്യം എന്നുള്ള പേരിൽ അവിടെ ഇപ്പോഴും ഈ മറ്റേ പുരാണം നമ്മുടെ വായനാ രൂപത്തിലുള്ള പുരാണ ആഖ്യാനത്തിന് ഇപ്പോഴും ചില ചിട്ടകളും ചില പ്രാധാന്യങ്ങളും ഉണ്ട്. അതിപ്പോൾ അവർ ഈ ഒരു സെൻസിലാണോ എടുക്കണമെന്ന് അറിയില്ലെങ്കിൽ പോലും അതുമായിട്ട് ബന്ധപ്പെട്ട പല രേഖകളും അവിടെ ഇപ്പോഴും അതിൻ്റെ ചില ഓറൽ ട്രഡീഷൻസിൻ്റെ ചില കാര്യങ്ങൾ ഉള്ളതായിട്ട് അച്ഛൻ അവിടെ പോയപ്പോൾ മനസ്സിലാക്കി വന്നിട്ടുണ്ട്. അപ്പം ആ നൈമിഷാരണ്യത്തിലേക്ക് ഇദ്ദേഹം എത്തിപ്പെടുകയാണ്. ബലഭദ്രൻ അവിടെ എത്തിപ്പെടുന്ന സമയത്ത് സൂതൻ കഥ പറയണു, അദ്ദേഹത്തിനെ കണ്ട് എണീച്ചില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു മാനസിക അവസ്ഥ കൊണ്ട് ഇദ്ദേഹത്തിന് ഈ സൂതനെ പിടിച്ച് വെള്ളത്തിലേക്ക് ഇട്ടു എന്നാണ് പറയണത്. നദിയിൽ സമുദ്രത്തിൽ ഇട്ടു എന്നാണ്. അപ്പോ ആളുകളൊക്കെ പറഞ്ഞു ഇത് സൂതനാണ്. അപ്പൊ സൂതനെ പുരാണ കഥ പകുതിയിൽ നിൽക്കുകയാണ്, സൂതനെ കൊണ്ടു മുഴുമിപ്പിക്കണം പറഞ്ഞു. അതിനിപ്പോ എന്താ വൈഷമ്യം? അദ്ദേഹത്തിന്റെ അലധാരിയായിട്ടുള്ള അദ്ദേഹം ആ കലപ്പ കൊണ്ട് ഈ പൊക്കി എടുത്തു കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ പൊക്കി കൊണ്ടുവന്നിട്ട് കാണിത് നിങ്ങളുടെ സൂതനല്ലേ എന്നുള്ള പോലെ കാണിക്കുമ്പോൾ അപ്പൊ ആ വെള്ളത്തിൽ നിന്ന് പൊന്തി വരണ രൂപമാണ് ചാക്യാർ കൂത്തിന്റെ വേഷവിധാനത്തിൽ പതയ്ക്കും ഒക്കെ പകരാണ് ഈ മുണ്ടും ഇതൊക്കെ ഞൊറിഞ്ഞു എടുക്കുന്നത്. പിന്നെ അരിമാവ് വേഷം, അതെ, അരിമാവ്, കുങ്കുമം, അതുപോലെ കൺമഷി, അത് മാത്രമാണ്. ശംഖ് വെച്ചിട്ടുള്ള ആഭരണങ്ങളില് തലയിലുള്ള വാസുകീയം എന്നാണ് അതിന് പറയുക. പിന്നെ ഈ കയ്യിലുള്ള കടകം സാധനങ്ങൾക്കൊക്കെ ശംഖുമായിട്ടാണ് ബന്ധം. അതൊക്കെ കടലിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ എന്നുള്ള പോലെ ആയിരിക്കും, അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ ചാക്യാര് അവിടുന്ന് വെള്ളത്തിൽ നിന്ന് ഇദ്ദേഹത്തിനെ സൂതനെ എടുത്തിട്ട് ഈ ബലഭദ്രരെ അനുഗ്രഹിക്കുകയാണ്. ശ്ലാഘ്യ ഗീർ ആയിട്ട് വരട്ടെ, ശ്ലാഘ്യമായി ഗീറോട് കൂടിയവർ. ഗീർ എന്നുള്ളത് സംസ്കൃത പദമായിരുന്നു, അതിന്റെ അർത്ഥം വാക്ക് തന്നെയാണ്. ഈ ഗിരവ് ഗിര സംസ്കൃത. അപ്പൊ അതില് നല്ല വാക്കുള്ള ആളുകൾ, വാക്കിലത്തെ അനന്തനാണല്ലോ വാക്കിന്റെ അപ്പൊ അങ്ങനെ അനുഗ്രഹിച്ചു എന്നാണ്. അതിനുശേഷം അപ്പൊ ശ്ലാഘ്യമായ ഗീറുള്ളവർ ശ്ലാഘ്യാർ, അത് ചാക്യാരായി എന്നൊക്കെ നമ്മുടെ ഹിസ്റ്റോറിയൻസ് പലതിലും രേഖപ്പെടുത്തിയിട്ട് കാണുന്നുണ്ട്. ചിലപ്പതികാരത്തിലൊക്കെ കൂത്തുമായിട്ട് കൂത്തർ എന്നൊക്കെ പണ്ട് തമിഴ്നാട്ടിലുണ്ടായിരുന്നു. നമ്മുടെ തമിഴകം ആണല്ലോ പണ്ട്, തമിഴ്നാടെല്ലാം കൂടിയിട്ടാണ്. അപ്പൊ അതിലൊക്കെയാണ് ഇതിന്റെ ആദ്യകാലത്തുള്ള ഒരു റെഫറൻസുകൾ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അവിടെ കൂത്തർ എന്ന് പറയുന്ന ആളുകൾ, കൂത്ത് നടത്തുന്ന ആളുകൾ. പക്ഷെ കൂത്ത് എന്ന് പറഞ്ഞാൽ നാട്യം എന്നുള്ള അർത്ഥത്തിലാണോ എന്നും അറിയില്ല. എന്തായാലും അങ്ങനെയൊക്കെ റെഫറൻസുകൾ കാണുന്നുണ്ട്. തമിഴ് ഇതുമായിട്ട് നമുക്ക് കുറച്ച് ബന്ധങ്ങളും ഉണ്ട്. കാരണം എന്താ വെച്ചാൽ കൂത്തിൽ പറയുന്ന പല കഥകൾക്കും പല കേമായിട്ടുള്ള പല വിശേഷമായിട്ട് പറയുന്ന ഭാഗങ്ങൾക്ക് കമ്പരാമായണമായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ കമ്പരാമായണത്തിൽ ആ ട്രഡീഷനിൽ പറയുന്ന രീതികൾ നമ്മുടെ ഇവിടേക്കും ഫോളോ ചെയ്താവാം, അല്ലെങ്കിൽ ഇതൊക്കെ ഒന്നിച്ച് കടന്നേറുന്ന സ്ഥലങ്ങളാണ്. മൂലഗ്രന്ഥം കമ്പരാമായണം അല്ല, മൂലഗ്രന്ഥമായിട്ട് കൂത്തിൽ ഉപയോഗിക്കുന്നത് ശംഭു പ്രബന്ധങ്ങളാണ്. ശംഭു പ്രബന്ധങ്ങൾ പറഞ്ഞാൽ സംസ്കൃതത്തില് പദ്യവും ഗദ്യവും കൂടിയിട്ടുള്ളതാണ്. അപ്പൊ ഈ ഗദ്യവും കൂടിയിട്ടുള്ളതാന്ന് പറച്ചിലേ ഉള്ളൂ. ഇപ്പൊ പലരും ഗദ്യം രംഗത്ത് അവതരിപ്പിക്കുന്നതേ കാണാനില്ല. കാരണം ഗദ്യം പറയാൻ ബുദ്ധിമുട്ടാണ്, ശ്ലോകം പോലെയല്ല ഗദ്യം. ഇപ്പൊ തദനു തസ്മിൻ ദ്വാരഭുവി നിവേശിത ഫലേ ദൂരാപസൃത പൗരജന കോരകിത കരാരവിന്ദ വൃന്ദദുരിതോഭയ പാർശ്വേണ മാർഗേണ സമതീത്യ സപ്തകഖ്യാന്തരാണി, ഇങ്ങനെ പറഞ്ഞിങ്ങനെ നീളത്തിൽ പോവാ. എന്നിട്ട് ഇതിനെ വ്യാഖ്യാനിച്ച് അന്വയിച്ച് പറയുന്നതാണ്. അപ്പൊ ഗദ്യമൊക്കെ ഇപ്പോൾ പലരും ഒഴിവാക്കലാണ്. പല ആളുകളോടും ചോദിച്ചാൽ കൂത്തിൽ ഗദ്യം ഉണ്ട് തന്നെ ആൾക്കാർക്ക് പറയാൻ പറ്റില്ല. അനവധി കാലം കേട്ടവർ പോലും ചിലപ്പോൾ ഗദ്യം കേട്ടിട്ടുണ്ടാവില്ല എന്നാണ്. നമ്മൾ പരമാവധി ഗദ്യമുള്ള ഭാഗങ്ങൾ ഒഴിവാക്കാണ്ട് ഗദ്യം ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ ഗദ്യവും പദ്യവും കൂടിയിട്ടുള്ള ശംഭു പ്രബന്ധങ്ങൾ എടുക്കുന്നു. രാമായണം മുഴുവനായിട്ട് പ്രബന്ധമുണ്ട്. പിന്നെ ഭഗവത് ദൂത് പ്രബന്ധമുണ്ട്. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ചാക്യാന്മാർക്ക് പറയാൻ വേണ്ടി തന്നെ പ്രബന്ധങ്ങൾ എഴുതി കൊടുത്തിരുന്നു എന്നാണ് പറഞ്ഞത്. അത്രയും അതിന് ആ വൈശിഷ്ട്യമായിട്ട് അദ്ദേഹത്തിന്റെ പ്രബന്ധങ്ങൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള പല പ്രബന്ധവും അദ്ദേഹത്തിന്റെ തന്നെയാണ്. പാഞ്ചാലി സ്വയംവരം,
അതുപോലെ തന്നെ സന്താനഗോപാലം, അതുപോലെ ദക്ഷയാഗം പ്രബന്ധം, ഭഗവത് ദൂത് പ്രബന്ധം, അതുപോലെ ത്രിപുരദഹനം, ശിവപരായിട്ട് ത്രിപുരദഹനം, കിരാതം, പാർവതി സ്വയംവരം, ഇങ്ങനെയുള്ള സമന്തകം, അങ്ങനത്തെ ഉള്ള പ്രബന്ധങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പല പല പ്രബന്ധങ്ങളും കാലം കൊണ്ട് ഇല്ലാണ്ട് ആയിട്ടുണ്ട്. പണ്ട് ഉപയോഗിച്ചിരുന്ന പ്രബന്ധങ്ങളിൽ താരകാസുരവധം ആ ഒരു പ്രബന്ധമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ കുറച്ച് ശ്ലോകങ്ങളും ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രബന്ധങ്ങൾ, ഉപയോഗിച്ചിരുന്ന പ്രബന്ധങ്ങളും ഉപയോഗിക്കാത്ത പ്രബന്ധങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരുവിധം പ്രബന്ധങ്ങളൊക്കെ രംഗത്ത് അവതരിപ്പിക്കുന്ന സുഭദ്രാഹരണം, അങ്ങനെയുള്ള പ്രബന്ധങ്ങളൊക്കെ രംഗത്ത് പല ഭാഗങ്ങളിലായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ആ പ്രബന്ധങ്ങൾ എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെയൊക്കെ 3 ദിവസമൊക്കെ ആയിട്ട് പറയുമ്പോൾ ഒരു പ്രബന്ധം എടുത്ത് അത് 3 ദിവസം കൊണ്ട് അതിനെ മുഴുവനാക്കുക. അങ്ങനെയാണ് പഴയ ഒരു രീതി. ഒരു കഥ തുടങ്ങി അത് അവസാനിപ്പിക്കുക. അപ്പോൾ രാമായണം ആണെങ്കിൽ മുഴുവൻ പറയാൻ പറ്റില്ല. അപ്പോൾ സുന്ദരകാന്ഡ് എടുത്താൽ സുന്ദരകാന്ഡ് ഒരു ഘട്ടങ്ങളുണ്ട്. ഇന്നത് വരെ ഒരു ദിവസം പറയുക, അടുത്ത ദിവസം ഇവിടുന്ന് ഇത്ര വരെ പറയുക, അങ്ങനെ 7 ദിവസത്തിനാണെങ്കിൽ എങ്ങനെ പറയണം, 3 ദിവസത്തിനാണെങ്കിൽ എങ്ങനെ പറയണം, അതൊക്കെ ഗുരുനാഥന്മാർ പറഞ്ഞു തന്നത് നമ്മളെ മനസ്സിലാക്കണതിന്റെ കുറവുണ്ടാവും. അതനുസരിച്ച് പറ്റണ പോലെയൊക്കെ അവർ പറഞ്ഞു തന്നതിൽ ആ രീതിയിലൊക്കെ. ഇതിനിപ്പോ ഈ കൂത്ത് കേൾക്കുമ്പോ ഓരോ കഥയ്ക്കും ഇപ്പോ നമ്മളെ കൃഷ്ണാട്ടത്തിനൊക്കെ പറയുമ്പോൾ ഓരോ ഫലസിദ്ധി ഉണ്ട് ഇല്ലേ? അതിപ്പോ ബാണയുദ്ധം അണച്ചാലും രാസക്രീഡ അണച്ചാലും ഓരോ ഇതാണെച്ചാലും സ്വർഗാരോഹണം അണച്ചാലും ഓരോന്നിനും ഓരോ ഫലസിദ്ധി ഉണ്ട്. അതേമാതിരി ഈ കൂത്തിലെ ഇപ്പൊ ഈ ഓരോ പ്രബന്ധങ്ങൾ എടുക്കുമ്പോൾ അതിനൊരു ഫലസിദ്ധി അങ്ങനെ എന്തെങ്കിലും പറയാറുണ്ടോ? അങ്ങനെ സാധാരണ നമ്മൾ നടത്തുന്ന കൂത്തുകൾക്ക് അങ്ങനെ പറയാറില്ല. കാരണം കൂത്തിൽ ചാക്യാർക്ക് അപ്പൊ തോന്നുന്ന കഥ പറയുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഇതിനനുസരിച്ച്. പിന്നെ ഒരു കൊല്ലം പറഞ്ഞ കഥ മാറ്റി അങ്ങനെയൊക്കെ പറയലൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ചില പ്രബന്ധങ്ങൾ അങ്ങനെ ഉള്ളതുണ്ട്. ഇപ്പൊ സന്താനഗോപാലം പ്രബന്ധമൊക്കെ ഈ സന്താനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഒരുപാടായിട്ട് ഞാൻ സന്താനഗോപാലം പ്രബന്ധം പറയിക്കാം എന്ന് വിചാരിക്കേണ്ടത് അങ്ങനെ പറയാറുണ്ട്. അതുപോലെ ഏകാശി മഹാത്മ്യം, അതായത് രുക്മാംഗത ചരിതം കഥ ചില ദിക്കിലൊക്കെ ഞങ്ങളിവിടെ രുക്മാംഗത ചരിതമാണ് പറയാറ്. കാരണം ഏകാശിക്കാണ് കൂത്ത് വേണ്ടത്. അങ്ങനെ പറയുന്ന സ്ഥലങ്ങളും ഉണ്ട്. അല്ലാതെ ഇങ്ങനെ ഇന്ന ഫലത്തിന് വേണ്ടി അത് മത്തവിലാസം കൂത്ത് എന്താണ്? അത് ശൈവമായിട്ടുള്ള ഒരു കഥയാണ്. ശിവന്റെ അമ്പലങ്ങളിൽ നടക്കുന്നത് കൊട്ടിയൂര് മഹാദേവ ക്ഷേത്രത്തില് മത്തവിലാസം. എന്താണ് മത്തവിലാസം കൂത്ത് എന്നൊന്ന്? മത്തവിലാസം കൂത്ത് എന്ന് പറയുന്നത് അത് അനുഷ്ഠാന പ്രധാനമായിട്ടുള്ള ഒരു ഇതാണ്. അതിന് കാഴ്ചക്കൂത്തായിട്ട് പറയാൻ പറ്റില്ല. അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അതിന്റെ അനുഷ്ഠാനത്തിനാണ്. അത് വ്രതശുദ്ധിയോട് കൂടിയിട്ട് കൃത്യമായ അനുഷ്ഠാനത്തോടു കൂടി ചെയ്യുന്നതാണ്. അത് ഒരു മത്തവിലാസ പ്രഹസനം എന്ന് പറഞ്ഞിട്ടൊരു പ്രബന്ധമാണ്. അതൊരു ഇതാണ്. ആ രൂപകം പ്രഹസനം, അങ്ങനെ നാടകം പല രൂപത്തിലുണ്ടല്ലോ, അതിലുള്ള പ്രഹസനമാണ് മത്തവിലാസ പ്രഹസനാണ്. അതിലത്തെ ഒരു ഭാഗമാണ് അവതരിപ്പിക്കുന്നത്. അതിൽ ഒരു ദേവസോമൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ, അദ്ദേഹം ഇപ്പൊ പെട്ടെന്ന് പറയാ കേട്ടോ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ എന്താ പറയാ, ദേവദർശനത്തിനോ അതിനോ പോണ സമയത്ത് കുട്ടികൾ, ഈ ഉപനയനം കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ ചമത പറിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉപനയനം കഴിഞ്ഞ ആയുധം തൊടാൻ പാടില്ല എന്നൊക്കെ ഇതുണ്ട്. അപ്പോൾ കുട്ടികൾ എന്തിനാ ആയുധം എടുക്കണമെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ചമത പറിക്കാനാണ് പറഞ്ഞപ്പോൾ ഞാൻ ചമത പറിച്ചു തരാൻ പറഞ്ഞിട്ട് കുട്ടികളെ നിലത്ത് നിർത്തി ഇദ്ദേഹം മുകളിൽ കയറി ചമത കൊമ്പുകൾ ഇതാക്കുന്ന സമയത്ത് ഈ ആയുധം കയ്യിൽ നിന്ന് വീണിട്ട് ഒരു ബ്രാഹ്മണ കുമാരൻ മരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് അറിയാണ്ട് ആളുകളൊക്കെ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് അദ്ദേഹം എന്നിട്ട് അത് എന്താ പറയുക, അതിനുള്ളതായിട്ട് ശിവസാരൂപ്യത്തിൽ അദ്ദേഹത്തിന് ശിവനെ സേവിക്കും. അങ്ങനെ അദ്ദേഹത്തിന് ശിവസാരൂപ്യം കിട്ടുന്നു. അപ്പം അങ്ങനെ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പത്നിക്കും രണ്ടുപേരും അങ്ങനേതായിട്ട് പിന്നെ അങ്ങനെ നടക്കുന്നു. അങ്ങനെ അവർ അവിടെ എന്തൊക്കെയാണോ അവർക്ക് കിട്ടുന്നത് അതൊക്കെ സേവിക്കുന്നു. അങ്ങനെ അവർ ശിവനെ സാധിച്ചു കഴിയുന്നു. അപ്പം അങ്ങനെയുള്ള ആ ഒരു കഥ നമ്മൾ വഴിപാടായിട്ട് ചെയ്യുമ്പോൾ അതിന് കുട്ടികൾ ഉണ്ടാവാത്ത ആളുകൾക്ക് അതൊരു വഴിപാടായിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതാണ്. അതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള. അപ്പം അങ്ങനെ വഴിപാട് നേരുന്നു. നേർന്നിട്ട് കുട്ടി ഉണ്ടായാൽ നേർന്നാൽ കൂത്ത് കഴിക്കണ്ട. അപ്പം നമുക്ക് അങ്ങനെ വേണം എന്നുള്ള വിചാരത്തിൽ നമ്മൾ നേർന്ന് കഴിഞ്ഞാൽ ഒരു തവണ മത്തവിലാസം നടക്കുന്ന സ്ഥലത്ത് ചെന്ന് മത്തവിലാസം കണ്ട് അവിടുന്ന് തൊഴുത് അവിടെ വെച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെയാണ് പഴയ കണക്ക്. ഇപ്പൊ ചിലപ്പോ വിളിച്ചു പറയലൊക്കെ ആവും, എങ്കിലും പഴയ രീതി അങ്ങനെയാണ്. അതിനുശേഷം കുട്ടി ഉണ്ടായാൽ മത്തവിലാസം നടത്തും. അത് കുട്ടിക്ക് അമ്പലത്തിൽ കയറാറായതിനു ശേഷമേ മത്തവിലാസം നടത്തുള്ളൂ. മത്തവിലാസം നടത്തി ആ കുട്ടിയെ തൊഴിയിക്കും. ദേവദർശന സമയത്ത് ഈ കപാലി എന്നാണ് ആ വേഷം, ആ വേഷത്തോട് കൂടിയിട്ട് കുട്ടിയെ തൊഴിയിച്ച് കുട്ടിക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. അതിന്റെ സമ്പ്രദായം അങ്ങനെയാണ്. കൂത്തിൽ നമ്മൾ പ്രബന്ധങ്ങൾ ഈ പറഞ്ഞ പ്രബന്ധങ്ങളൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ ആ ആനന്ദന്റെ കഥയിൽ ശ്ലാഘ്യമായ ഗീറോട് കൂടിയിട്ട് ആയി തീർക്കണം. ആനന്ദന്റെ ഒരു പ്രതി രൂപമായിട്ട് ഈ തലയിൽ ചാക്യാരുടെ തലയിൽ മുടി കുറെ ഇതാണ്. അത് ആനന്ദന്റെ 1000 നാവുകളാണ്. മുടി കണ്ട് തൊഴുക എന്നൊരു സമ്പ്രദായം. എന്താ വെച്ചാൽ ചാക്യാർകൂത്ത് നടത്തേണ്ട അവസാനത്തില് ഏറ്റവും അവസാനത്തെ ഇപ്പൊ കൂത്ത് മുടിക്കുക എന്നാണ് അതിന് പറയുക. കൂത്ത് മുടിച്ചിട്ട് പോവുക എന്നാണ് പറയുക. ആ കൂത്ത് മുടിക്കണതിന് മുമ്പായിട്ടാണ് ഈ അപ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ
ഭവാന്മാർക്ക് സൗഖ്യത്തെ പ്രദാനം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിക്കുകയാണ് ചെയ്യുക. ആ അനുഗ്രഹിക്കുമ്പോൾ തല താഴ്ത്തി അനുഗ്രഹിക്കും. അപ്പോൾ ചാക്യാരുടെ മുടി കാണും. മുടി കണ്ട് തൊഴണം എന്നാണ്. അപ്പോൾ ആ മുടിയിലൊരു അനന്തൻ്റെ ഒരു സാന്നിധ്യം കൂടി ഉള്ളത് കൊണ്ടായിരിക്കാം. അപ്പോൾ മുടി കണ്ട് തൊഴണം എന്നാണ് പറയുക. അപ്പോൾ കൂത്ത് രണ്ട് കാര്യമുണ്ട്. കൂത്ത് തുടങ്ങിയാൽ ഇടയിൽ നീച്ചു പോകാതിരിക്കാനും അതല്ല, പൊതുവെ അങ്ങനെയാണല്ലോ, നമ്മളൊരു കലയാകുമ്പോൾ അതിന് തുടക്കവും അവസാനവും ഉണ്ട്. അതൊരു യജ്ഞമായിട്ടാണ് നടത്തുന്നത്. അപ്പോൾ പരമാവധി മുഴുവൻ കേൾക്കാൻ പറ്റുന്നവരൊക്കെ കേട്ടിട്ടേ, പണ്ടുള്ളവരൊക്കെ അങ്ങനെ ചെയ്യാറുള്ളൂ. ഇനി അഥവാ എത്താൻ വൈകിയാൽ ഈ കൂത്ത് അവസാനിപ്പിക്കുന്ന സമയത്ത് തൊഴിലാണ് അതിൻ്റെ ഒരു മഹാത്മ്യമായിട്ട് ആളുകൾ പറഞ്ഞത്. ഇതൊക്കെയാണ് ജനറലായിട്ട് സമയത്തിനുള്ളിൽ കൂത്തിനെ പറ്റി. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി. ഇപ്പോൾ നമ്മളുടെ യുവതലമുറ ഒന്നുകിൽ ഈ ചാക്യാർ കൂത്ത്, ഞാൻ ഇവിടെയൊക്കെ കേട്ടിട്ടുള്ളതും അതേമാതിരി നമ്മളുടെ കൂടുതലുള്ള ആൾക്കാർ പറയണതൊരു കാര്യം, ചാക്യാർ കൂത്തിന് വരാൻ പേടിയാണ്, ചാക്യാർ കളിയാക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഈ യുവതലമുറയ്ക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോണ്ടന്റ് എന്താണ്? ഇത് ചാക്യാർ എന്താണ് ഉദ്ദേശിക്കുന്നത് ഡെലിവർ ചെയ്യാൻ? അതായത് നമ്മളുടെ സംസ്കാരത്തിൻ്റെയും നമ്മളുടെ പുരാണങ്ങളുടെയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ഇൻട്രാക്ഷന് വേണ്ടിയിട്ടാണ് ഈ ആൾക്കാരായിട്ട് ഒരു ഇൻട്രാക്ഷൻ ചെയ്യാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അതിന്റെ ഒരു പൊരുൾ എന്താണെന്ന്, അതിന്റെ പൊരുളെന്ന് പറഞ്ഞാൽ പുരാണ കഥ ആഖ്യാനാണ് ചാക്യാർ കൂത്ത്. ചാക്യാർ കൂത്ത് പ്രൗഢമായിട്ട് പുരാണ കഥകൾ പറയലാണ് സമ്പ്രദായം. ആ പുരാണ കഥ പറയുന്ന സമയത്ത് കുഞ്ചൻ നമ്പ്യാരുടെ ഒരു വരി ഉണ്ടല്ലോ, ചിരിക്കുന്ന കഥ കേട്ടാൽ ഇരിക്കും ജനം. അപ്പോ ആളുകളെ ഒന്ന് പിടിച്ചിരുത്താൻ ലേശം തമാശ, കുറച്ച് ലൗകികം. അപ്പൊ ശിവന്റെ കാര്യമാണ്, ഭഗവാന്റെ കാര്യമാണ് നമ്മൾ പറയണതെങ്കിലും ഭഗവാനും ഭഗവതിയും കൂടിയുള്ളതാവുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഭാര്യയും ഭർത്താവും കൂടിയിട്ടുള്ള പോലത്തെ കമ്പാരിസൺ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. പാഞ്ചാല മഹാരാജാവിന്റെ അവിടുത്തെ സദ്യയുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ അമ്പലത്തിലെയോ അല്ലെങ്കിൽ ഇവിടുത്തെ സദ്യയുടെയും കാര്യങ്ങൾ അതിൽ വരുമ്പോൾ അതിനെയൊക്കെ ഒരു ഇതാക്കുക, അത്രയൊക്കെയാണ് അത് ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ കാലം കൊണ്ട് വന്ന മാറ്റാണത്. ഈ അതിപ്പോൾ ഞാൻ കാണികളെ മാത്രം കുറ്റം പറയില്ല, കൂത്ത് കൊണ്ട് നടക്കുന്ന ആളുകളും കൂടുതൽ പ്രാധാന്യം ഈ ആളെ ചൂണ്ടി പറയുക, പിന്നെ വ്യംഗ്യ അല്ല ശരിക്കും വ്യംഗ്യമായിട്ടേ പറയാവൂ എന്നാണ് കൂത്തിന്റെ നിയമം. ഇത് പക്ഷപാതപരമായിട്ട് രാഷ്ട്രീയപരമായിട്ട് പറയുക, ഒരു കൂട്ടർക്ക് ഇഷ്ടാവാൻ പാകത്തിന് പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിലുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുക അശ്ലീലപരമായിട്ട്, ഇതൊക്കെ ആൾക്കാരെ ഒന്ന് ചിരിപ്പിക്കാനും കയ്യിലെടുക്കാനും വേണ്ടി അത് ചെയ്യാം. പണ്ടൊക്കെ 2 മണിക്കൂർ 4 മണിക്കൂറൊക്കെ കൂത്ത്. അപ്പം കുറച്ച് ഇതൊക്കെ പറയുമ്പോൾ രസമുണ്ട്. ഇപ്പം ആകെ 1.5 മണിക്കൂറോ 1 മണിക്കൂറാണ് ഉണ്ടാവുക. 1.5 മണിക്കൂർ നോട്ടീസിൽ ചെല്ലുമ്പോൾ അത് 1.25 മണിക്കൂറാവും. തുടങ്ങുമ്പോഴേക്കും ഇവിടെ സമയമായി എന്ന് പറയാൻ ആൾ വരിക. അപ്പം ഈ സമയത്തിൻ്റെ ഉള്ളിൽ തത്വം അല്ലെങ്കിൽ ശ്ലോകത്തിൻ്റെ അന്വയോ അർത്ഥവും പറയാൻ തന്നെ നേരം ഉണ്ടാവില്ല. അതിൻ്റെ ഇടയിൽ അതിപ്പോൾ പഠിക്കണവർ പലരും അങ്ങനെയാണ് പഠിക്കണമെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇന്ന ശ്ലോകം ചെല്ലിയാൽ ഇന്ന തമാശ പറയാം, എഴുതി പഠിച്ചു വെക്കുക, ഈ തമാശ പറയാം. അപ്പം 4 തവണ പോയാൽ ഇതേ തമാശയെ അവർക്ക് പറയുള്ളൂ. ഞങ്ങൾ അങ്ങനെ പഠിക്കരുതെന്നാണ് പറയുക. കൂത്ത് പഠിക്കുക, അന്വയം പഠിക്കുക, അർത്ഥം പഠിക്കുക, അതിന് സാന്ദർഭികമായിട്ട് അതിനോട് ചേരുന്ന. പലപ്പോഴും നമ്മളുടെ ഇപ്പോൾ അമ്മാവന്മാരെയൊക്കെ കൂത്ത്, കാരണവന്മാരുടെ കൂത്ത് കേൾക്കുന്ന സമയത്ത് അവർ പലപ്പോഴും ഇതൊന്നും പറയാറേയില്ല. കാരണം എന്താ, അതൊക്കെ പറയാനുള്ള സമയമില്ല, അപ്പം ഇങ്ങനെയാണ് പറയുക എന്നാണ് പറയുക. അതിനു വേണ്ടി പറയാം. പക്ഷെ അത് പറഞ്ഞ് ഈ ആളുകളെ എന്താ പറയുക, പറഞ്ഞ പോലെ തന്നെ ഇരിക്കാൻ സമ്മതിക്കില്ല, എണീക്കുക, ഇരിക്കുകയാണിത്. ഇതിൽ ഇപ്പം നമ്മൾ ഒരു ദിക്കിലെ ഒരു കഥ, അപ്പം അർജുനും ശിവനും ആയിട്ടുള്ള യുദ്ധമാണെങ്കിൽ അതിന്നൊക്കെ പോവും. പിന്നെ ഈ ആളെ പറയൽ മാത്രമാവും. ആളുകൾക്ക് ഇവിടെ എന്താ നടക്കുന്നത്, 1/2 മണിക്കൂർ 20 മിനിറ്റ് കേട്ടാലും ഇത് എന്താന്ന് മനസ്സിലാവാത്ത അവസ്ഥ. കഥാതന്തു വിടാൻ പാടില്ല, സന്ദർഭം വിടാൻ പാടില്ല, രസം വിടാൻ പാടില്ല. ആ കാണുന്ന ആൾക്ക് നമ്മൾ ആ സ്ഥലത്താണെന്നുള്ള അനുഭൂതി ഉണ്ടാവണം. ഇതിപ്പോൾ വിരാതാണ് ഇവിടെ നടക്കണേ, നമ്മളും അതിലെ ഭാഗമാണെന്ന് തോന്നണം. അല്ലാണ്ട് ഏതിലത്തെ ഭാഗം ഇപ്പം എന്താ പറയണത്, ഇപ്പോൾ കോടതിയത്തെ കഥയാണോ പറയണത്, അല്ലെങ്കിൽ ഇന്ന കാര്യമാണ് ആശുപത്രിയത്തെ കഥയാണോ പറയണതെന്ന് തോന്നാൻ പാടില്ല. അതിനായിട്ട് ബന്ധിപ്പിച്ച് പറയാം, അതിനു വേണ്ടി മേമ്പൊടിയായിട്ട് പറയാം. അങ്ങനെ അതൊക്കെ ശൈലിയിൽ വന്ന മാറ്റങ്ങളാണ്. പ്രത്യേകിച്ച് മാണി ശൈലിയിൽ, അതായത് ഞാൻ കൊണ്ട് നടക്കുന്ന എൻ്റെ ഗുരുനാഥന്മാർ നാരായണൻ നമ്പ്യാരും PKG മാഷും അച്ഛനും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ള ശൈലിയിൽ പൊതുവേ ഈ ആളെ പറയണേനോ അല്ലെങ്കിൽ ഈ തമാശയ്ക്കോ അല്ല കൂടുതൽ പ്രാധാന്യം. ശ്ലോകത്തിൽ ഗൂഢമായിട്ട് കിടക്കുന്ന വാക്യാർത്ഥങ്ങൾ അതിലൂടെ ഈ നമ്മളുടെ ക്ലാസിക്കൽ കലകളുടെയൊക്കെ ഒരു ലക്ഷ്യമുണ്ട്. അതായത് അനുവാചികനായിട്ടുള്ള ആൾ, അനുഭവിക്കുന്ന ആൾ അറിയാതെ തന്നെ അയാളുടെ മാനസികവും ബൗദ്ധികവും അതേപോലെ ആധ്യാത്മികവുമായിട്ടുള്ള ആ ഒരു നിലയെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ഇതൊക്കെ നടത്തുന്നത്. അപ്പോൾ ഇതുണ്ടാവുമോ എന്ന് ആലോചിച്ചാൽ ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ ആളുകളിലേക്ക് മനസ്സിലാക്കാം. പിന്നെ കുട്ടികളാണ് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് കേൾക്കണം. ഇപ്പോൾ നമ്മളൊരു കഥ പറയുന്നു, ഇപ്പോൾ കഥ ഇങ്ങനെ പറഞ്ഞു പോണ കൂട്ടത്തിൽ ദേവേന്ദ്രൻ ഐരാവതത്തിൻ്റെ പുറത്ത് വന്നു, അല്ലെങ്കിൽ ബ്രഹ്മാവ് ഹംസത്തിൻ്റെ പുറത്ത് വന്നു, ഇതൊക്കെ കഥയിൽ വരും.
അപ്പോൾ കുട്ടികൾ അറിയാണ്ട് പഠിക്കുകയാണ്. ദേവേന്ദ്രൻ്റെ വാഹന ഐരാവതാണ് നമ്മൾ എഴുതി പഠിപ്പിച്ചാലോ ഇത് പഠിച്ചാലോ നമുക്കും പറഞ്ഞു കൊടുക്കാൻ നേരം ഉണ്ടാവില്ല. നമ്മളിപ്പോൾ എന്തൊക്കെ പഠിപ്പിക്കും നമ്മൾ നല്ല ലിസ്റ്റ് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തില്, അതായത് നമ്മളുടെ നാട്ടില് കുട്ടികളൊക്കെ വേറെ ഏതോ വഴിക്ക് ചിന്തിച്ചു പോകുന്ന രാസലഹരികളുടെ ഉപയോഗം എല്ലാം പോകുന്ന സമയത്ത് നമ്മളുടെ ഭാവി തലമുറ, വരുന്ന തലമുറ നമ്മളുടെ പുരാണ കഥകളും അതേപോലെ നമ്മളുടെ സംസ്കാരത്തെയും കുറിച്ച് മനസ്സിലാക്കാൻ ഈ ചാക്യാർകൂത്ത് പോലുള്ള കഥകള്, പാഠകം പോലെയുള്ള കലാരൂപങ്ങളൊക്കെ കണ്ട് അതിന്റെ നമ്മളുടെ പുരാണം, നമ്മളുടെ സംസ്കാരം എന്തായിരുന്നു, നമ്മുടെ പുരാണത്തിൽ എന്തായിരുന്നു എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലൊരു വേദിയായിട്ട് നമുക്ക് ചാക്യാർകൂത്തിനെ കാണാം. പുരാണത്തിലുള്ള കാര്യങ്ങള്, അത് പുരാണത്തിൽ ഇപ്പോൾ കഥകളിൽ പറയുമ്പോൾ ഈ ഉപകഥകൾ കൂത്തിന് ഭയങ്കര പ്രധാനമാണ്. ഇപ്പോൾ നമ്മൾ കിരാതം കഥ പറയുമ്പോൾ ചന്ദ്രവംശത്തിലെ രാജാവായിരുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ അർജുനൻ കേമനാണെന്ന് പറയുമ്പോൾ നിന്റെ ചന്ദ്രവംശത്തിനെ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ശ്ലോകത്തിൽ ചന്ദ്രവംശത്തിനെ എനിക്കറിയാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ നമ്മൾ ചന്ദ്രൻ്റെ കഥകളൊക്കെ പറയും. അപ്പൊ ആ കഥകൾ ആളുകൾക്ക് ഉപകഥകൾ ഇങ്ങനെ മാറി മാറി ഇതിൽ നിന്ന് പോവും. ഉപകഥ ഇതിൽ നിന്ന് പോയി തിരിച്ച് ഇതിലേക്ക് തന്നെ വരണം. ഉപകഥയിൽ അങ്ങോട്ട് ലയിച്ചു പോകാൻ പാടില്ല. അത് ഇതിന്റെ കൂട്ടി പിടിച്ച് ഇതിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരും. സമയമുള്ളിടത്ത് നല്ലോണം വിസ്തരിച്ച് പറയാം, അല്ലാത്തടത്ത് അതിനൊന്ന് ഒതുക്കി പറയാം. അപ്പൊ ആളുകൾക്ക് ഇങ്ങനെ ആ കാര്യങ്ങൾ. അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ സംസ്കാരങ്ങൾ ഇപ്പോൾ എന്താ പറയുക, ചിലത് ഇപ്പം നമസ്കരിക്കുക എങ്ങനെയാണ് സാഷ്ടാംഗമായിട്ടുള്ള നമസ്കാരം എന്താണ്, ചിലതിനൊക്കെ നമസ്കരിച്ചിട്ട് വേണം തൊഴാൻ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇരുത്തി പഠിപ്പിക്കണ പോലെയല്ല. അപ്പോൾ കൂത്ത് പറയുമ്പോൾ കഥയുടെ ഇടയിൽ ഇങ്ങനെ വരുന്നു. അപ്പോൾ അഗ്നിയെ കണ്ടപ്പോൾ അദ്ദേഹം പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു. അപ്പോൾ അഗ്നിയെ പ്രദക്ഷിണം വെച്ചിട്ട് വേണം നമസ്കരിക്കാൻ, ഭഗവാനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടെ അവർക്ക് മനസ്സിലാവും. അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് സ്നാനം വേണം. അപ്പോൾ അത് ആർക്കാണ് അത് വേണ്ടത്, എന്താണ് അതിൻ്റെ പ്രാധാന്യം, സ്നാനം എങ്ങനെയാണ്, മന്ത്രം എന്താണ്, അത് ഉപദേശിക്കുന്ന രീതി എങ്ങനെയാണ്, ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ആളുകളിലേക്ക് ഒരു സംസ്കാരം ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ സംസ്കൃതം മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റും. കാരണം ശ്ലോകം ചൊല്ലി അന്വയിച്ച് വ്യാഖ്യാനിച്ച് മലയാളാർത്ഥം പറയുമ്പോൾ എങ്ങനെ ശ്ലോകത്തിന് കഷ്ണാക്കി പദച്ഛേദം ചെയ്ത് ഏതിനെ ഏതിലേക്ക് ചേർത്ത് വിഭക്തി അനുസരിച്ച് പറയാം എന്നുള്ളതും കൂടി നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ. ആളുകളെ രസിപ്പിക്കലും ആവശ്യമാണ്. കാരണം ആളുകളെല്ലാവരും കേൾക്കണം. പക്ഷെ അത് മാത്രമായിട്ട് മൂല്യം നിലനിർത്തിക്കൊണ്ട് പോകണം. കൂത്ത് നമുക്ക് സംസ്കാരം കിട്ടാനും അറിവ് നേടാനുള്ളൊരു കലയാണ് എന്നുള്ള നിലയ്ക്ക് തന്നെ കൊണ്ടു നടക്കണം. അല്ലാണ്ട് ഒരു നേരം പോക്കായിട്ട് മാറരുതെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ മിമിക്സ് ചാക്യാന്മാർക്കൊക്കെ ഇത്ര പ്രാധാന്യം വരുന്നത്. പക്ഷെ ഞാൻ മുഴുവൻ അവരെ കുറ്റം പറയില്ല. കാരണം മിമിക്സ് ചാക്യാർ എന്നുള്ള പേരിൽ പറയണമെന്നേ ഉള്ളൂ. വേറെ പല കൊണ്ട് നടക്കുന്ന ആളുകളും തത്തുല്യമായിട്ട് തന്നെയാണ് പലപ്പോഴും രംഗത്ത് കേൾക്കണ അവസ്ഥ വരാറുള്ളത്. ആ ശൈലി പിന്നെ പല ശൈലികളും ഉണ്ട് കേട്ടോ. ഓരോ രീതി. ഇപ്പം ഞങ്ങളുടെ ശൈലിയിൽ എന്നെ എൻ്റെ ഗുരുനാഥന്മാർ പഠിപ്പിച്ച ശൈലിയാണ് ഞാൻ ഫോളോ ചെയ്യുക. ആ ശൈലിയിൽ പറയുന്നത് ഈ രീതിയിലാണ്, വേറൊരു ശൈലിക്കാർ പറയുന്നത് ഇതേ ഭാഗം തന്നെ വേറൊരു രീതിയിലാണ്. അതൊക്കെ നമ്മൾ അംഗീകരിക്കുക. പല വൈവിധ്യങ്ങളെയാണല്ലോ നമ്മൾ അവിടെ എല്ലാം ഒരുപോലെ ആയി മാറണം എന്ന് വിചാരിക്കുന്ന ശരി. ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഇത് ഇഷ്ടാവും, അത് കേട്ട ആളുകൾക്ക് പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ വ്യത്യാസം തോന്നും. ചിലപ്പോൾ ഇത് കുറച്ചു കാലം കേട്ടിട്ട് അത് കേൾക്കുമ്പോഴും വ്യത്യാസം തോന്നും. അപ്പൊ ചില ദിക്കിലൊക്കെ ഇത് മതി, ചില ദിക്കിലൊക്കെ ആ ശൈലിയുള്ളവർക്കാണ് മതി എന്ന് പറഞ്ഞവരുണ്ട്. ഏതാണോ താല്പര്യം അത് പറയാം. ഏത് ശൈലിയാണെങ്കിലും എന്താണെങ്കിലും അതിനതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഈ ഒരു തത്വങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഭക്തിയാണ് പ്രധാനം. ഭക്തിരസത്തിനാണ് പ്രധാനം ചാക്യാർകൂത്തിൽ. അത് ഹാസ്യത്തിനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞുണ്ടാക്കുന്നതാണ്. ഹാസ്യത്തിലൂടെ ഭക്തിക്ക് തന്നെയാണ്. അപ്പൊ കഥയൊക്കെ പറയുമ്പോൾ ഭക്തിയുടെ തത്വങ്ങൾ കൊടുക്കുക. അപ്പൊ നമ്മുടെ വേഷമൊക്കെ വെള്ള നിറത്തിലുള്ള വേഷം, അത് നാട്യശാസ്ത്ര പ്രകാരം വെള്ള നിറം, ഈ ഓരോ രസത്തിന് ഓരോ നിറം എന്ന് പറയുന്നുണ്ട്. അതിൽ ഈ വെളുപ്പ് നിറം ഹാസ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന നിറമാണ്. അതുകൊണ്ടാണ് വെള്ളം എടുത്തതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആ വേഷം കാണുമ്പോൾ അങ്കൊക്കെ മീശയൊക്കെ മേപ്പട്ടുമൊക്കെ വരച്ച് അതൊരു കുറച്ചൊരു വികൃതമായിട്ടുള്ള രൂപം. വിദൂഷകന്റെ അതേ വേഷം തന്നെ പ്രബന്ധാവതരണത്തിന് കൊടുത്ത അതും ആൾക്കാർ പറയുന്നുണ്ട്. പണ്ട് വേറെ രൂപത്തിലായിരുന്നിരിക്കാം. വിദൂഷക വേഷം ഇതിന് തന്നെ എടുത്തതാവാം, അല്ലെങ്കിൽ ഈ വേഷം വിദൂഷകനാണെന്ന് അറിയില്ല. കൂടുതൽ ഇത് വിദൂഷക വേഷം ഇങ്ങനെ എടുത്തതാണെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്തായാലും അങ്ങനെ വരുമ്പോൾ കുറച്ച് വിദൂഷകനാണ് ചാക്യാര്, ഈ പ്രബന്ധം പറയണ ചാക്യാരെന്നും വിചാരിക്കുന്ന ആളുകളുണ്ട്. അത് രണ്ടും രണ്ടാണ്. വിദൂഷകന്റെ മാനറിസങ്ങളും അവിടെ പറയുന്നതും അവിടുത്തെ രീതിയും വേറെയാണ്. പ്രബന്ധ അവതരണത്തിൽ പ്രൗഢമായിട്ട് അത് ഭക്തിയും എല്ലാ രസങ്ങളും വീരരസം വരേണ്ടടുത്ത് അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ് ഫലിപ്പിക്കുകയാണ്. ഞങ്ങളുടെ ശൈലിയിൽ പിന്നെ രസത്തിൽ ശ്ലോകം ചെല്ലുക എന്നുള്ളത് പ്രധാനമാണ്. ആ യുദ്ധമാണെങ്കിൽ യുദ്ധത്തിൻ്റെ അത് ധ്വനിപ്പിക്കുന്ന രീതിയിലാണ് ശ്ലോകം ചെല്ലുക. അത് ഞാൻ അമ്മാവന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്.
അങ്ങനെ തന്നെ അത് നമ്മള് ചെയ്യാമെന്ന് പിന്തുടർന്ന് പറയാതെ ഞാൻ അതേ നിഷ്കർഷയിൽ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആ ശ്ലോകം ആ രീതിയിലാണ് ചെല്ലാറ്. അതല്ലാതെ ചെയ്യുന്ന രീതികളും ഉണ്ട്, അവർ ആ രീതിയിലും അത് അവരുടെ എല്ലാം അവരോരുത്തർ ഗുരുനാഥന്മാർ നമ്മളോട് എന്താണോ പറയണത്, അത് ഒരു പരമ്പര എന്താണോ പറയണത്, ആചാര്യന്മാർ പറഞ്ഞത് അനുസരിക്കുക, അതാണ് ചെയ്യേണ്ടത്. അത് ചാക്യാർകൂത്തിൽ മാത്രമല്ല ഏതൊരു കലയിലും നമ്മളുടെ മുതിർന്ന തലമുറ എന്ത് പറയുന്നോ അത് പിന്തുടർന്ന് വരിക. അപ്പൊ എന്തായാലും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഒരുപാട് അറിവുകൾ പകർന്നു തന്ന ശ്രീരാജേട്ടന് എല്ലാവിധ എൻ്റെ അറിവുകളൊന്നും അല്ല, എനിക്ക് അമ്മാവന്മാരും ഗുരുനാഥന്മാരും അച്ഛനിൽ നിന്നൊക്കെ കിട്ടിയ കാര്യങ്ങൾ എനിക്ക് അറിയുന്ന പോലെ ഞാൻ പെട്ടെന്നൊരു സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഓർമ്മയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇത് ഭാവി തലമുറയ്ക്ക് വരും തലമുറയ്ക്ക് ഒരു വലിയൊരു അറിവായി മാറട്ടെ. ചാക്യാർകൂത്തിലേക്ക് ഇനിയും വരും തലമുറ ആകർഷകമാകട്ടെ. നന്ദി.